നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്ന ജനതയെ ചേർത്തു പിടിക്കുന്നതിനും സമാധാനത്തിനും സഹകരണത്തിനും സംഗമങ്ങൾക്കും വേദിയായ രാജ്യമാണ് ബെൽജിയമെന്നും അതിനാൽ തന്നെ സൗഹൃദത്തിന്റെ പാലം പണിയുന്ന രാജ്യമാണിതെന്നും ഫ്രാൻസിസ് പാപ്പ സെപ്റ്റംബർ 27-ാം തീയതി ബെൽജിയത്തിലെ തന്റെ 46-ാം അപ്പസ്തോലിക സന്ദർശന വേളയിൽ അധികാരികളുമായും പൊതുസമൂഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. വിസ്തൃതിയിൽ വളരെ ചെറിയ രാജ്യമെങ്കിലും അതിൻ്റെ ചരിത്രം ഏറെ സവിശേഷമാണെന്നും പാപ്പ പറഞ്ഞു. ഓരോരുത്തരും അവരുടെ ഭാഷയും മനോഭാവവും ബോധ്യങ്ങളും ഉപയോഗിച്ച് പരസ്പരം കണ്ടുമുട്ടുന്നതിനും ആശയ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിനും അനുയോജ്യമായ ദേശമാണ് ബെൽജിയമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഭ്രൂണഹത്യാ ക്ലിനിക്കിന്റെ 150 മീറ്ററിനുള്ളിൽ പ്രോലൈഫ് പ്രവർത്തകരുടെ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നിരോധിക്കുന്ന നിയമമൊരുങ്ങുന്നതിൽ ആശങ്ക ശക്തമാകുന്നു. പബ്ലിക് ഓർഡർ ആക്ട് 2023 ഭാഗമായി ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും എല്ലാ ഭ്രൂണഹത്യാ ക്ലിനിക്കുകൾക്കും ചുറ്റും പുതിയ ബഫർ സോണുകൾ സ്ഥാപിക്കാനാണ് UK ഭരണകൂടം ഒരുങ്ങുന്നത്. ഇത് ഒക്ടോബർ 31 മുതൽ പ്രാബല്യത്തിൽ വരും. 2023 നിയമം പാസാക്കിയെങ്കിലും കോടതികളിൽ നടന്ന തുടർച്ചയായ വാദഗതികൾക്ക് ശേഷമാണ് ഇത് നടപ്പിലാക്കുവാൻ ഒരുങ്ങുന്നത്. സെപ്റ്റംബർ 22 പോർച്ചുഗലിലെ ഫാത്തിമ മാതാവിന്റെ സന്നിധിയിലേക്ക് 1,80,000 മോട്ടോർ സൈക്കിൾ യാത്രക്കാരുടെ തീർത്ഥാടനം നടന്നു. ഹോളി ട്രിനിറ്റി ബസിലിക്കയിലേക്ക് അടുത്തായി നിരവധി മോട്ടോർ സൈക്കിൾ യാത്രക്കാർ ഫാത്തിമ മാതാവിന്റെ ചിത്രം തോളിൽ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായാണ് തീർത്ഥാടനം ആരംഭിച്ചത്. തീർത്ഥാടന വേളയിൽ മോട്ടോർ സൈക്കിൾ യാത്രക്കാർ ഫാത്തിമ മാതാവിനോട് സുരക്ഷിത യാത്രയ്ക്കായി മധ്യസ്ഥം യാചിച്ചു. മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ട് മരിച്ചവർക്കും പ്രാർത്ഥന ആവശ്യമുള്ളവർക്കും വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം യാചിച്ചു. ഇസ്രായേലിലെ ഹർമാഗെദോൻ യുദ്ധം നടന്ന സ്ഥലത്തിന് സമീപം കണ്ടെത്തിയ പുരാതന മൊസൈക് ഫലകം വാഷിംഗ്ടൺ DC-യിലെ ബൈബിൾ മ്യൂസിയത്തിൽ പ്രദർശനത്തിന്. റോമൻ സാമ്രാജ്യം ക്രിസ്തുവിന്റെ അനുയായികളെ പീഡിപ്പിച്ച കാലഘട്ടത്തിലെ ആദ്യകാല ക്രിസ്ത്യൻ ആരാധനയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്ന ഈ ഫലകത്തിന് 18 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 2005 ഇസ്രായേലി പുരാവസ്തു ഗവേഷകർ മെഗിദോ മൊസൈക് കണ്ടെത്തിയത്. സഭയുടെ ഏറ്റവും പുതിയ രൂപതയ്ക്ക് അംഗീകാരം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇതോടെ ടാലിൻ രൂപത ബാൾട്ടിക് രാജ്യത്തിലെ ആദ്യത്തെ കത്തോലിക്ക രൂപതയായി മാറി. ഇതുവരെയും ഇവിടം എസ്തോണിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേഷന് കീഴിലായിരുന്നു. ലക്സംബർഗിലേക്കും ബെൽജിയത്തിലേക്കുമുള്ള മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ തുടക്കത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 26 വത്തിക്കാൻ പുതിയ രൂപതയുടെ പ്രഖ്യാപനം നടത്തിയത്. പുതുതായി സ്ഥാപിതമായ ടാലിൻ രൂപത എസ്തോണിയയുടെ മുഴുവൻ പ്രദേശവും ഉൾക്കൊള്ളുന്നു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.